ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഫിൽറ്റർ ഇല്ലാതെ, CO2 ഇല്ലാതെ, വളരെ കുറഞ്ഞ സിംഗിൾ ടൈപ്പ് ഫെർട്ടിലൈസർ ഉപയോഗിച്ച് വളർത്താൻ പറ്റുന്ന ചെടികളുള്ള ഒരു പ്ലാന്റ് ഡെക്കോറത്തിനെ കുറിച്ചിട്ടാണ്. ഇതിനകത്ത് വളരെ കുറച്ച് മെയിൻ്റനൻസ് ആവശ്യമുള്ള പ്ലാന്റ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലാന്റ്സ് കിട്ടുന്നുണ്ട്. അനൂബിയാസ്, ഫേണുകൾ, ഇങ്ങനെയുള്ളതൊക്കെ ഓൺ റോക്ക്, ഓൺ SS പാഡ്, വുഡിൻ്റെ മേളിൽ ഒക്കെ പ്ലാന്റ് ചെയ്തിട്ട് റെഡി ആയിട്ട് നമുക്ക് കിട്ടുന്ന പ്ലാന്റ്സ് നമ്മൾ ടാങ്കിനകത്ത് സബ്സ്ട്രേറ്റ് ഇട്ട് അതിനകത്തോട്ട് എടുത്ത് വെച്ച് വെള്ളം നിറച്ച് ലൈറ്റും വെച്ച് മീനിനെ ഇട്ടാൽ മാത്രം മതി. ഇതിനകത്ത് നമുക്ക് CO2യുടെ ആവശ്യമില്ല, ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല. ഒരു ഫെർട്ടിലൈസർ, ഒരു ലൈറ്റ്, മീന്, ചെടികൾ, ഇതിനാവശ്യമുള്ള സോയിൽ, ഇത്രയും മാത്രം മതി. ടാങ്ക് വളരെ ഭംഗിയായിട്ട് ഒത്തിരി കാലം വളരെ ലോ മെയിൻ്റനൻസ്, ആഴ്ചയിൽ ഒരിക്കലും ഒരു കാൽഭാഗം വെള്ളം മാറുക എന്നത് മാത്രം ചെയ്താൽ മതി. ടാങ്കിനകത്ത് ഓവർ ഫീഡ് ചെയ്യാതിരിക്കുക, ഓവർ ഫിഷിനെ ഇടാതിരിക്കുക എങ്കിൽ ഒത്തിരി കാലം നമുക്ക് ഈ ടാങ്ക് വലിയ കേടുകൂടാതെ കൊണ്ടു നടക്കാൻ പറ്റും. ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ടാങ്കാണ്. ടാങ്കിനകത്തേക്ക് നമുക്ക് കുറച്ച് ബെനിഫിഷ്യൽ ബാക്ടീരിയ, ഇതിനകത്ത് നമുക്ക് ബെനിഫിഷ്യൽ ബാക്ടീരിയ ഉപയോഗിക്കുന്നത് ടാങ്കിനകത്ത് ഉണ്ടാകുന്ന അമോണിയ പോലുള്ള പോയ്സണസ് ആയിട്ടുള്ള സാധനങ്ങൾ ലെസർ പോയ്സണസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ബാക്ടീരിയകളെ ആണ് ഉള്ളത്. ഇത് ചെറിയൊരളവിൽ മതി. ഇതിനകത്ത് നമുക്ക് പ്ലാന്റ് ഡെക്കോറത്തിൻ്റെ സോയിൽ വേണ്ട. ഇനേർട്ടായിട്ടുള്ള ഏതെങ്കിലും നമ്മൾ ചരലോ മണലോ ആറ്റുമണലോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് സാൻഡോ ഗ്രേവലോ മതി. പ്രത്യേകിച്ച് ഫെർട്ടിലൈസറുള്ള ഒരു സോയിൽ ആവശ്യമില്ല. ഫെർട്ടിലൈസറുള്ള സോയിൽ വരുമ്പോഴേക്കും എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടാങ്കിൻ്റെ ഫെർട്ടിലൈസറിൻ്റെ അളവ് വളരെ കൂടും. അതിനനുസരിച്ചിട്ട് ലൈറ്റ്, അതിനനുസരിച്ച് പ്ലാന്റ്സ്, വാട്ടർ മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ ആൽഗേ ഗ്രോത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഇനേർട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു സോയിൽ മാത്രം ഇടുക. നമ്മുടെ ടാങ്കിൻ്റെ അളവിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ബെനിഫിഷ്യൽ ബാക്ടീരിയ വളരാൻ ആവശ്യത്തിനുള്ള അത്രയും എസ്തെറ്റിക് പർപ്പസ്, കാണാൻ ഭംഗിക്കുള്ള ആവശ്യത്തിന് അത്രയും ഗ്രേവിൽ ഇടണം. ഇല്ലെങ്കിൽ അത് വൃത്തികേടായിട്ട് തോന്നുകയും ചെയ്യും. ആവശ്യത്തിന് ബെനിഫിഷ്യൽ ബാക്ടീരിയ വളരാനുള്ള ഒരു ഏരിയയും ഉണ്ടാകത്തില്ല. ഇതിനകത്തേക്ക് നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ പ്രൊഡക്ട്സ് ആയിട്ടുള്ള വല്ല റെഡിമെയ്ഡായിട്ട് നമുക്ക് റോക്കിന് മുകളിൽ അനൂബിയാസുകൾ, വുഡിന് മുകളിൽ റെഡിമെയ്ഡായിട്ട് ഫേണ്, ഇതെല്ലാം നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടും. നമ്മുടെ ടാങ്കിനകത്തോട്ട് ഇറക്കി വയ്ക്കുക. വെള്ളം നിറയ്ക്കുക. ഇത്രയേ ആവശ്യമുള്ളൂ. അടുത്തത് അനൂബിയാസ് വയ്ക്കുകയാണെങ്കിൽ ഡെഡ് സെൻറ്ററിൽ വയ്ക്കാതെ കുറച്ച് റൈറ്റിലേക്കോ കുറച്ച് ലെഫ്റ്റിലേക്കോ മാറ്റി വയ്ക്കുക. വലിയ പ്ലാന്റ് ഒരെണ്ണം വെച്ചതിന് ശേഷം അതിനോടൊപ്പം ചെറിയ ലീഫുള്ള ഒരു പ്ലാന്റും കൂടി വയ്ക്കുകയാണെങ്കിൽ കാണാൻ ഒന്നുകൂടി അപ്പീലിംഗ് ആയിരിക്കും. മോസ് ഓൺ റോക്ക്, ഇതും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാങ്കിൻ്റെ ഫ്രണ്ട് ഏരിയയും ഗ്രാജുവലി കവറായി വരും. അനൂബിയാസ് ടാങ്കിൻ്റെ മധ്യഭാഗം വരെ വളരുകയും ചെയ്യും. മോസ് താഴെ മുഴുവൻ സ്പ്രെഡായിട്ട് വളരുകയും ചെയ്യും. ഇതിനകത്ത് നമുക്ക് ഷ്രിമ്പുകൾ, ബെറ്റ അഥവാ ഫൈറ്റർ, ചെറിയ ഗൗരാമീസ്, ഡ്വാഫ് ഗൗരാമീസ്, നിയോൺ ഗൗരാമി, റെഡ് നിയോൺ ഗൗരാമി, ഡ്വാഫ് ഗൗരാമി, ഇങ്ങനെയുള്ള ഫിഷുകളൊക്കെ നമുക്ക് ഈസിയായിട്ട് വളർത്താൻ പറ്റും. ഇവയ്ക്കൊന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫിൽട്രേഷൻ സിസ്റ്റമോ എയറേഷൻ സിസ്റ്റമോ ഒന്നും ആവശ്യമില്ല. ഈ മിനിമം ഏരിയയിൽ വളരെ ഈസി ആയിട്ട് വളരും. വെള്ളത്തിനകത്ത് വേസ്റ്റ് ഉണ്ടാകുന്നത് വളരെ കുറവായിരിക്കും ഇവയ്ക്ക്. അതുകൊണ്ട് നമുക്ക് മെയിൻ്റനൻസും വളരെ കുറവായിരിക്കും. നമ്മുടെ ടേബിളിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഡെയിലി ഹൈ മെയിൻ്റനൻസ് ഉള്ള ഒരു ടാങ്ക് പോലെയല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് 2 അടി ടാങ്ക് വരെ, 60 സെൻറ്റിമീറ്റേഴ്സ് ഉള്ളൊരു ടാങ്ക് വരെ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് അനൂബിയസ് തന്നെ
കോഫിഫോളിയ, ബാർട്ടേരിയുടെ കോഫിഫോളിയ എന്നുള്ള വേരിയൻ്റാണ്. ഇതും പ്ലഗ് ആൻഡ് പ്ലേ റോക്കിന് മേളിൽ റെഡി ആയിട്ട് വരുന്ന പ്ലാന്റാണ്. നമ്മൾ വെറുതെ എടുത്ത് വെച്ച് ടാങ്കിനകത്ത് എടുത്ത് വയ്ക്കുക, വെള്ളം നിറയ്ക്കുക, ഫിഷിനിടുക, ലൈറ്റ് വയ്ക്കുക, ബെനിഫിഷ്യൽ ബാക്ടീരിയ, ഇത്രയും മതി. ഈസി ആയിട്ട് നമുക്കൊരു പ്ലാന്റഡ് അക്വേറിയം സെറ്റ് ചെയ്യാം. ഈ ഒരു പ്ലാന്റഡ് അക്വേറിയത്തിനകത്ത് നമുക്ക് ആകെ ആവശ്യമുള്ളത് സിംഗിൾ ടൈപ്പ് ഒരു ന്യൂട്രിയൻ്റ് ഒരു 2 ml അല്ലെങ്കിൽ 1 ml ഇതിനകത്തേക്ക് ആവശ്യമുള്ളൂ. സിംഗിൾ ടൈപ്പ് ഒരു ഫെർട്ടിലൈസർ 3 ദിവസത്തെ ഇൻ്റർവെല്ലിൽ അല്ലെങ്കിൽ 7 ദിവസത്തെ ഇൻ്റർവെല്ലിൽ ആഡ് ചെയ്യുക. 3 ദിവസത്തെ ഇൻ്റർവെല്ലിൽ ചെയ്യുന്നതാണ് ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ന്യൂട്രിയൻറ്റിൻ്റെ അളവ് വളരെ കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ആൽഗെ ഗ്രോത്ത് ഉണ്ടാവും. അത് കാരണം 3 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഡോസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളം അല്ലാതെ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക, ആവിയായി പോകുന്നുണ്ടെങ്കിൽ ആ വെള്ളം നിറച്ച് കൊടുക്കുക. അല്ലാതെ കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ, കാൽഭാഗത്തോളം കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കാൽഭാഗം കൂടി വെള്ളം കുറച്ചതിന് ശേഷം മാത്രം പുതിയ വെള്ളം ടോപ്പപ്പ് ചെയ്യാം. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ടാങ്കിലെ വെള്ളം കാൽഭാഗം കുറഞ്ഞു നിൽക്കുകയാണ്, ആവിയായി പോയിട്ട് കുറഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി വെള്ളം ടോപ്പപ്പ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ചുകൂടി വെള്ളം കുറച്ചതിന് ശേഷം വേണം ടോപ്പപ്പ് ചെയ്യാൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആവിയായി പോകുന്ന വെള്ളം ഏറ്റവും പ്യുവറായിട്ടുള്ളതാണ്. ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ആവിയായി പോകുന്നത്. പ്യുവർ H2 ആണ് ആവിയായിട്ട് പോകുന്നത്. ബാക്കിയുള്ള ന്യൂട്രിയൻസ്, സോൾട്ടുകൾ, ലെഫ്റ്റ് ഓവർ, മീനിൻ്റെ വേസ്റ്റിനകത്ത് ഉണ്ടാകുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ടാങ്കിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അളവ് വല്ലാതെ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വീണ്ടും ഒരു 15 അല്ലെങ്കിൽ 25% കൂടി വെള്ളം കുറച്ചതിന് ശേഷം മാത്രമേ ടോപ്പപ്പ് ചെയ്യാവൂ എന്ന് പറയുന്നത്. 10% വരെ കുറഞ്ഞിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. വളരെ എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റഡ് അക്വേറിയം എങ്ങനെ ചെയ്യാമെന്ന് ഇതിനകം നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നമസ്കാരം.